നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഷോൺ ജോർജ് കൊടുത്ത ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. മറ്റ് ചില കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളത്. വീണയ്ക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എങ്കിലും CPMന്റെ നെഞ്ചത്താണിയടിക്കുന്ന ആരോപണങ്ങളാണ് ഷോൺ ജോർജ് പുറത്തുവിട്ടത്. വീണയെ കുടുക്കാനുള്ള തെളിവുകൾ ഷോണിന്റെ കൈകളിൽ എത്തിച്ചത് CPMലെ ഒരു ഉന്നതനാണെന്ന ആരോപണം ശക്തമായിരുന്നു. പിണറായി വിജയന്റെ സർവനാശം കാണാൻ അതിയായി ആഗ്രഹിക്കുന്ന ഏതോ ഒരു നേതാവ് ഈ കൂട്ടത്തിലുണ്ട്. അവസരം കിട്ടിയപ്പോൾ മൂപ്പര് കയറി പണിഞ്ഞു. ഷോണിന്റെ കൈകളിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെ എത്തിയെന്ന് പിണറായി വിജയനെ കുഴപ്പിക്കുന്ന ചോദ്യമായിരുന്നു. ഇതോടെയാണ് കൂട്ടത്തിൽ ഒരു ഒറ്റുകാരനുണ്ടെന്ന സംശയം ഉടലെടുക്കുന്നത്. ആരാണ് അയാൾ? കൂടെ നിന്ന് കാലുവാരുന്നത് എന്തിന്? ഇങ്ങനെ സഖാക്കൾ പല ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ്. ഷോൺ ജോർജ് ഏപ്രിൽ 19 ചെന്നൈയിലെ ED സ്പെഷ്യൽ ഡയറക്ടർക്ക് മുൻപിൽ ചില രേഖകൾ സമർപ്പിച്ചിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ ഷോൺ തയ്യാറായിരുന്നില്ല. മറ്റൊരാൾ നൽകിയ വിവരങ്ങളായിരുന്നു ഇതെന്ന് അന്വേഷണത്തിന് ഗുണകരമാകുമെന്ന് കരുതിയതിനാലാണ് അധികൃതർക്ക് സമർപ്പിച്ചതെന്നും ഷോൺ പറഞ്ഞിരുന്നു. ഈ മറ്റൊരാൾ ആര്? അതാണ് CPM അന്വേഷിക്കുന്നത്. അയാളെയാണ് CPMന് കിട്ടേണ്ടത്. ഷോൺ ജോർജും ഷോണിന്റെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള ഒരു CPM നേതാവ് ഉണ്ടെന്നാണ് ചർച്ചകളിൽ വരുന്നത്. എന്നാൽ കേസിൽ ഈ സഹായം തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് ഷോൺ പലയാവർത്തി വന്ന് പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവൻ ആപത്താണ്, അദ്ദേഹത്തെ കൊല്ലും തുടങ്ങിയ വാദങ്ങളാണ് ഇക്കാര്യത്തിൽ ഷോൺ പറഞ്ഞത്. എങ്കിലും CPM സംശയത്തോടെ തന്നെയാണ് ഇതിനെ വീക്ഷിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനും അനുയായികളും ഓരോ നീക്കവും ഇപ്പോൾ വിലയിരുത്തുകയാണ്. ഇത്തരത്തിലൊരു വാദം ചർച്ചയാകുമെന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സൂചനകൾ ലഭിച്ചിരുന്നുവെന്നാണ് വിവരം. കരിമണൽ കമ്പനിയായ CMRL ഉൾപ്പെട്ട പണമിടപാട് കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ CPM പ്രതികരണങ്ങളിൽ മിതത്വം പാലിക്കുകയാണിപ്പോൾ. വസ്തുതകൾ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ CPM പ്രതികരിക്കൂ. കേസ് വീണ വിജയനുമായി ബന്ധപ്പെട്ട വ്യക്തിപരമാണെന്ന നിലപാടാണ് ഇപ്പോൾ നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോഴും CPMനുള്ളിലെ ചർച്ച ആരാണ് ആ ഒറ്റുകാരൻ എന്നതാണ്. അതിന്റെ കൂടെ ഇരട്ട പ്രഹരം പോലെയാണ് സുനീഷ് എന്ന ഒരു പേര് പുറത്തു വന്നത്. മുൻപ് ജയ്ക്ക് ബാലകുമാറിന്റെ പേര് പുറത്തായപ്പോൾ ഞെട്ടിയ പോലെ തന്നെയായിരുന്നു സുനീഷ് എന്ന പേര് പുറത്തു വന്നപ്പോഴും അച്ഛനും മകളും ഞെട്ടിയത്. ഇത് പിണറായിയുടെ ബന്ധു എന്ന തരത്തിൽ ചർച്ച വന്നിരുന്നു. വീണയുടെ മുൻ ഭർത്താവാണ് ഇയാളെന്നും ചർച്ചകളിൽ നിറഞ്ഞു. പിന്നീട് ആരാണ് ഈ സുനീഷ് എന്ന ചർച്ചകൾ സോഷ്യൽ മീഡിയയിലും സജീവമായി. അങ്ങനെ പല ആളുകളെയും സുനീഷുമായി കൂട്ടിക്കലർത്തി. ഇത് മാത്രമല്ല, എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി UAE എന്ന പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് പണം പോയതെന്ന് ഷോൺ ജോർജ് പറയുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന ഒരു വിവരം, എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി UAE എന്ന കമ്പനിക്ക് വീണയുമായി ബന്ധമില്ല എന്നതാണ്. ഈ കമ്പനിയുടെ ഉടമസ്ഥർ നവീനും സസൂൺ സിദ്ദിഖുമാണെന്ന വിവരങ്ങളും ചർച്ചകളായി വരികയാണ്. വീണ തായ്ക്കണ്ടിയിൽ സുനീഷ് എന്നിവരാണ് 2016 മുതൽ 19 വരെ ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്തിരുന്നതെന്നും വിവരങ്ങളുണ്ടായിരുന്നു. ഇതോടെയാണ് ഈ സുനീഷ് ആരാണെന്ന ചോദ്യം ശക്തമാകുന്നത്. അങ്ങനെയാണ് വീണ വിജയന്റെ മുൻ ഭർത്താവിന്റെ പേരുകൾ സജീവമായി വരുന്നത്. എന്നാൽ 2016 മുതൽ 19-20 സമയങ്ങളിലൊക്കെ, ആ കാലഘട്ടത്തിലൊക്കെ വീണയ്ക്കും ഇയാൾക്കും തമ്മിൽ ബന്ധമില്ല. അബുദാബിയിലെ ഈ അക്കൗണ്ടിൽ നിന്ന് അമേരിക്കയിലെ വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം ഒഴുകിയെന്നും ഷോൺ പറഞ്ഞിരുന്നു. പിണറായി വിജയന്റെ വിശ്വസ്തനായ ഒരാളുടെ പേര് സുനീഷ് എന്നാണ്. ആ സുനീഷ് ആണോ ഈ സുനീഷ് എന്നും ചോദ്യം വന്നു. കാരണം വിദേശയാത്രകളിലടക്കം മുഖ്യമന്ത്രിയെ അനുഗമിക്കാറുണ്ട് ഈ സുനീഷ്. എന്നാൽ ഈ വ്യക്തിയുടെ ഇനിഷ്യൽ അല്ല. അതുകൊണ്ട് തന്നെ ഇയാളല്ല അക്കൗണ്ടുള്ള സുനീഷ് എന്നാണ് പിന്നെ വാദം വന്നത്. ഇതിനൊപ്പം വീണയുമായി പരിചയമുള്ള തിരുവനന്തപുരത്തെ അഭിഭാഷകന്റെ പേരും ഉയർന്നു വന്നു. അതും സുനീഷാണ്. അങ്ങനെ ആകെ മൊത്തം സുനീഷിന്റെ പേരിലാണ് ഇപ്പോൾ വലിയ അഭ്യൂഹങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. ഇതിനിടെ മുട്ടൻ പണി കിട്ടിയിരിക്കുന്നത് പാർട്ടിക്കാണ്. വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളിൽ നിന്നും മോചനമില്ലാത്ത അവസ്ഥയിലാണ് സർക്കാരും CPMും. കരിമണൽ കമ്പനി CMRLൽ നിന്ന് എക്സാലോജിക്ക് 1.72 കോടി കൈപ്പറ്റിയതിന്റെ വിവരങ്ങൾ പുറത്തു വന്നത് മാസങ്ങളായി സർക്കാരിനെയും CPMനെയും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. പണം കൈപ്പറ്റിയത് സ്ഥിരീകരിച്ച കമ്പനി വരുമാനത്തിന് GST നൽകിയതുൾപ്പെടെ രേഖകൾ ഹാജരാക്കി 2 കമ്പനികൾ തമ്മിലുള്ള നിയമപരമായ ഇടപാടാണെന്ന് വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പാർട്ടിക്ക് ഇനിയും ക്യാപ്സൂൾ ഒരുപാട് ഇറക്കേണ്ടി വരും. കാരണം വീണ വിജയന്റെ പേരിൽ വലിയ നിഗൂഢതകളാണ്
ഉള്ളത്. അതാണ് ചർച്ചയാകുന്നതും വിവാദമാകുന്നതും എല്ലാം.